ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വളരെ നല്ല വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നല്ല വിഷയങ്ങൾ പോയി കാണുക. നിങ്ങളുടെ നല്ല സമയത്തിനെ നിങ്ങൾ അങ്ങനെ വിനിയോഗിക്കുക. ഇത് അത്രമാത്രം ഒരു റിലവൻ്റ് അല്ല. പക്ഷേ സാമൂഹികമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഈ സെപ്പറേറ്റഡ് ആവുക എന്നുള്ള കാര്യം ഇന്നും ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ സെപ്പറേറ്റഡ് ആയി രണ്ട് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുകയും പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അവരെ ഭയങ്കരമായിട്ട് നീ മറ്റവളാണ്, മറിച്ചവളാണ്, അവള് മറ്റേ കുഴപ്പക്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവം പോകും. അവിടെ പല കാരണങ്ങളും ആ സ്ത്രീയിൽ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ചില വിഷയങ്ങളിലെങ്കിലും പുരുഷന്മാർക്കും ഇതേ കാര്യങ്ങൾ വരാറുണ്ട്. എങ്കിലും ഇവിടെ ചക്കപ്പഴം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു 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 എന്താണ് ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് വളരെയധികം എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു പയ്യനാണ് റാഫി. അപ്പോൾ ആ റാഫിയുടെ വൈഫും അഥവാ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്നുള്ള രീതിയിലേക്കുള്ളൊരു ന്യൂസ് വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ദയവായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണുക. അതർവൈസ് നിങ്ങൾ നല്ല വിഷയങ്ങൾ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആ കുട്ടി പറയുന്ന കാര്യം നോക്കാം. പോയിട്ട് അവർ ചോദിക്കാറുണ്ട്, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ, അത്രയും നന്നായിട്ട് വീഡിയോസ് ഇടുന്നതായിരുന്നല്ലോ, അവർ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലോ, എന്ത് പറ്റി? അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. എന്ത് പറ്റി, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നു, അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. പലരുടെയും ലൈഫ് പലതാണ്. ഇപ്പോൾ ഒരാൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ആൻസർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് പെണ്ണ് കണ്ടോ ആങ്കാരി എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കരുത്. കാരണം അത് വളരെ 1.5 സ്പീഡിലാണ് ഞാൻ വെച്ച് കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലാഗ് അടിച്ചു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നത് വെച്ചാൽ അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന പേഴ്സണൽ വിഷയങ്ങൾ, അവർ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഈ ഇദ്ദേഹത്തിനായിട്ടുള്ള വിവാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ആൾക്കാർ നിരന്തരം ചോദിക്കും എവിടെ എന്ത് പറ്റി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ അത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, വേറൊരു കമന്റ് എനിക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോയിലും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, കാണാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ ദുബായി വന്നതിന് ശേഷം അവൾ മാറി. മീൻസ് യു എയിൽ വന്നതിന് ശേഷം, ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്, വർക്ക് ചെയ്യുന്നതും ഷാർജയിൽ തന്നെയാണ്. സോ യു എയിൽ വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത് അതൊരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ച വിഷയമാക്കാൻ താല്പര്യമില്ല. സോ അതായത് ഇവരുടെ ലൈഫിൽ നിന്നും അവരുടെ പാർട്ട്ണറിൽ നിന്നും അവർ സെപ്പറേറ്റഡ് ആയി. അതിനകത്ത് പുറത്തു നിന്നൊരാൾക്ക്, ഈവൻ അവരുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒരാൾക്ക്, അഥവാ ആ രണ്ട് വ്യക്തികൾക്ക് അപ്പുറത്ത് നിന്ന് മൂന്നാമതൊരാൾക്ക് പോലും അത് ക്വസ്റ്റ്യൻ ചെയ്യാനോ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കാനോ പറ്റത്തില്ല. കാരണം ഈ രാജ്യം ഭരണഘടന എന്നുള്ളൊരു സംഭവത്തിൻ്റെ അണ്ടറിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങളുമായിട്ട് ജീവിക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലിഖിത ഭരണഘടന ഉള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് അപ്പോൾ ആ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിച്ചു. അവർക്ക് അതിന് ശേഷം അവർക്ക് ഒത്തുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഞാൻ അത്രേ പറയുള്ളൂ. ഈ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു നരകത്തിനെ, അഥവാ ഒരു നരക തുല്യമായ ഒരു ജീവിതം ജീവിച്ച് തീർക്കണം. അത് ഒരു വൺ വിമൺ ഹസ്ബൻഡ്, അല്ലെങ്കിൽ വൺ മാൻ വിമൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു തീർക്കണം. അങ്ങനെ നശിച്ച് ജീവിതം മൊത്തം എന്തിനോ വേണ്ടി ജീവിക്കുന്നു, സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളെ നോക്കുന്ന കണ്ണുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുത് ജീവിതം. നിങ്ങളുടെ ജീവിതം നിങ്ങളത് മാത്രമാണെന്നേ. ഒരു 100-200 വർഷത്തിനപ്പുറം നിങ്ങളോ ഞാനോ, 100 വർഷത്തിനപ്പുറം നമ്മളില്ല, പക്ഷേ 200 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഓർമ്മകൾ പോലും ഈ ഭൂമി കാണത്തില്ല. അപ്പോൾ ആ ഓർമ്മകൾ കൊണ്ടു നടക്കുന്നവർ മണ്ണടിയും. ഇപ്പം നിങ്ങൾക്ക് തന്നെ എത്ര വരെ നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് പറയാൻ പറ്റും, പാരൻസിനെ കുറിച്ച് നമുക്ക് ചിലപ്പം പറയാൻ പറ്റും. അവരുടെയും പാരൻസിനെ കുറിച്ച് ചോദിച്ചാൽ കഴിഞ്ഞു, കിട്ടത്തില്ല പലർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2-3 തലമുറയ്ക്കപ്പുറം നമ്മുടെ ഓർമ്മ പോലും നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഇപ്പോൾ ജീവിക്കുക, ഈ സമയത്ത് ജീവിക്കുക. ഇപ്പോൾ ജീവിക്കുന്നതിനപ്പുറം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. ഇനി അഥവാ എന്തുണ്ടാക്കിയാലും, എത്ര തന്നെ ഉണ്ടാക്കിയാലും, നിങ്ങൾക്ക് ജീവൻ ഉള്ളവരെ മാത്രമേ തന്നെ അതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരാൾക്ക്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം, ലഭിക്കുന്ന ഈ നിമിഷം ജീവിക്കുക. ഇന്നലകളെ എടുത്ത് കളഞ്ഞേക്കുക. അത് പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പലരും പറയൂ, അങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളെ കൊണ്ട് കഴിയാത്ത ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ കടിച്ചു തൂങ്ങിക്കൊണ്ട് എവിടെയും കിടന്നുകൊണ്ട് ആരെങ്കിലും സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സമൂഹം പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ബലിയാടാകാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഫാമിലിൻ്റെ ഇടയിലും നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഈ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും
മോശക്കാരികളാണെന്നുള്ളത്. അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി, അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി. അതിനൊരു ഒരു സത്യാവസ്ഥയില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഇവിടെ 100-ൽ ഒരു ഈ UAE പോയപ്പോൾ മോശക്കാരിയായ സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ മുദ്ര കുത്തുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഈ ഒരു സ്ത്രീ മോശക്കാരിയായി, ഓക്കെ, ഇനി അവരെ കുറിച്ചാണല്ലോ പറയുന്നത്. ഈ സ്ത്രീ മോശക്കാരി ആയിട്ടുണ്ടെങ്കിൽ അങ്ങേ തലയ്ക്ക് ഒരു പുരുഷൻ വേണ്ടേ അല്ലേ? അപ്പം മോശക്കാരി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുരുഷൻ വേണ്ടേ? അപ്പം ആ ഒരു ആണ് അല്ലെങ്കിൽ ഇപ്പം UAE പോകുന്ന എല്ലാ ആണുങ്ങളും മോശക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ മണലാരണ്യം എന്നുള്ളത് വിട്. ഈ പറഞ്ഞ UAE പോലുള്ള അറബ് കൺട്രീസിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന പ്രവാസികൾ, അവർക്കാർക്കും ഈ ലെഷർ ടൈമൊന്നും അങ്ങനെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയായിരിക്കും. ആ വെള്ളിയാഴ്ചകളിലും അവർ ഉറങ്ങി തീർക്കുക എന്നുള്ളതായിരിക്കും. ബാക്കി ടൈമിന് ജോലി ചെയ്ത് പരമാവധി അവിടെ നിൽക്കുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളും നോക്കി പിന്നെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ ലൈഫൊക്കെ സത്യം പറഞ്ഞ് വല്ലാത്ത സ്ട്രഗിളിൽ പോകും. പിന്നെ അവർക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയും ചെയ്യും. ഇനി അവർക്ക് അവരുടെ ഇഷ്ടത്തിനല്ലാതെ പിന്നെ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണോ? ഇനി ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, ആ സ്ത്രീ അവളെ പോയതിനു ശേഷമാണ് മാറുന്നത്. ഇത് എനിക്കറിയത്തില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവളെ കണ്ടറിഞ്ഞൂടെ? ചിലർ പറയാറുണ്ട് ഇവളെ കണ്ടറിയാം, അതുപോലെ തന്നെ ഇവനെ കണ്ടറിയാം. ഇപ്പം ഞാൻ മുടി വളർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എൻ്റെ ഈ മുടി, നീണ്ട മുടി, അതിനൊരു റീസൺ ഉണ്ട് വളർത്താൻ. അതൊക്കെ നിങ്ങൾ വൈകാതെ അറിയും. അപ്പോൾ ഈ മുടി വളർത്തിക്കൊണ്ട് ഞാൻ പോയ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലേക്ക് എന്താണ് ഇത് എന്നുള്ള ചോദിച്ചവരുണ്ട്. ആഹാ കൊള്ളാലോ എന്ന് ചോദിച്ചവരുണ്ട്. അതോടെ തന്നെ ഇവൻ മറ്റേ എന്താണ് കഞ്ചാവ് മറ്റത് മറിച്ചൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ പുകവലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എൻ്റെ ഈ ഏരിയ കൂടെ പോലും പോയിട്ടില്ല. അതാണ് വേറെ സത്യം. എന്തിനായിക്കോട്ടെ, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മളെ ജഡ്ജ് ചെയ്യും, സമൂഹം ജഡ്ജ് ചെയ്യും. ഇനി സമൂഹം ജഡ്ജ് ചെയ്യുന്നെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളൊരു ഏറ്റവും വലിയ മറുപടി എൻ്റെ ഈ 5 വിരലുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നടുവിരലുണ്ട്, അതങ്ങ് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ ലൈഫാണ്. ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് അവരെന്ത് ജഡ്ജ് ചെയ്താലും എന്നത് ബാധിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫും. നിങ്ങളെ അത് ബാധിക്കാൻ പാടില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിച്ച് തീർക്കുക. മറ്റുള്ളവർ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്, ആ കമൻറ്റ് ചെയ്യുന്നവരുടെ ജീവിതം പോലും നോക്കാതെ കണ്ടോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. 50% ആൾക്കാരും അല്ലെങ്കിൽ 90%, 95% ആൾക്കാർ ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്. ഈ ഒരു UAE എന്നല്ല എവിടെയാണെങ്കിലും. സോ ഞാനും ആ ഒരു ഇതിൽ തന്നെയാണ്. എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതൊരിക്കലും ഒരു പെണ്ണ് മോശക്കാരി ആവുന്നത് കൊണ്ടോ മോശക്കാരി ആവാൻ വേണ്ടി പോകുന്നതുമല്ല. സോ പല ആൾക്കാരുടെയും ഞാൻ കമന്റ് ബോക്സിൽ ദുബായ് വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പല ആൾക്കാരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അവരെ നേരിട്ട് അറിയുന്നവരാണോ പറയുന്നത് എനിക്കറിയില്ല. എന്നെ അറിയാത്തവരാണ് എനിക്ക് കമന്റ്സ് ഇടുന്നത് എല്ലാവരും. കാരണം എന്നെ അറിയുന്നവർ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല. അത് എനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം, എന്നെ അറിയാത്തവർക്ക് ഞാനൊരു അപരിചിതയാണ്. അത് അവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാം. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അത് അവരുടേതായ അവരെന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് അവരെ അത് ചെയ്യുള്ളൂ. സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അവള് അത് അങ്ങനെ തേച്ചതാണ്, അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്? അവർ വളരെ മാന്യമായി പറഞ്ഞു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. അതിനപ്പുറത്ത് നമുക്ക് അവിടെ സ്റ്റോപ്പ്. നമ്മളെ ചോദിക്കാൻ ആരും അല്ലെന്നേ. അവരുടെ ലൈഫല്ലേ, അവരുടെ ലൈഫ് അവർ ജീവിച്ചു. 2 വ്യക്തികൾ, 2 ധ്രുവങ്ങളിലുള്ള ആൾക്കാർ കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ചില പൊരുത്തക്കേടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുച്ച ഇല്ലായ്മ, നമുക്ക് ഒരു ഇഴ അകൽച്ചയും അടുപ്പവും ഒക്കെ വന്നും പോയി നിൽക്കുന്ന സമയത്ത് ചില സുപ്രഭാതത്തിലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. വളരെയധികം ഹെൽത്തി ആയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇന്നും നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രമല്ല, ഞാനിപ്പോഴും പറയുന്നു, ഈ 2 വ്യക്തികളും, അതായത് റാഫിക്ക് മറ്റൊരു ജീവിതമുണ്ട്. റാഫിക്ക് വേറൊരു വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടി പറ്റുന്നൊരു പെൺകുട്ടിയെ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് അവർക്ക് ഒരു വിവാഹ ജീവിതം താല്പര്യമുണ്ടെങ്കിൽ അവർക്കും അനുയോജ്യനായിട്ടുള്ളൊരു വരനെ ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പങ്കാളിയെ ലഭിക്കട്ടെ. അങ്ങനെ പോട്ടെ. ഓക്കെ, കല്യാണം കഴിക്കണമെന്നൊരു നിർബന്ധവുമില്ല. അവരവൻ്റെ ജീവിതം ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അത് റാഫി ആണെങ്കിൽ ശരി തന്നെ, മഹീന ആണെങ്കിലും ശരി തന്നെ, നിങ്ങളാണെങ്കിലും ശരി തന്നെ, ഞാനാണെങ്കിലും ശരി തന്നെ. അവനവൻ്റെ ജീവിതം, അവനവൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, അത് അവനവൻ തന്നെ ജീവിച്ചു തീർക്കണം. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ആർക്കും അതിനകത്ത് ഒന്നും ചോദ്യം ചെയ്യാനൊന്നുമില്ല. ഈ പറഞ്ഞ പെൺകുട്ടി ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങൾ UAE പോയി ജോലി ചെയ്യുന്നുണ്ട്, അവനെ തേച്ചു. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, തേച്ചു എന്ന് പറയുന്ന സംഭവം പെണ്ണിന് മാത്രമാണോ? നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ തേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഗ്രീഷ്മയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടിയെ പാമ്പ് കടിപ്പിച്ച് കൊന്ന ആ നായിൻ്റെ മോനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ ആൺ പെൺ ഭേദമില്ലാതെ, ജെൻഡർ ഭേദമില്ലാതെ ഈ പറഞ്ഞ പരിപാടികൾ എല്ലാവർക്കും ഇടയിൽ നടക്കുന്നുണ്ട്. ഒരു പൊതുവായിട്ട് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ്, ഇന്ന ജെൻഡറിൽപ്പെട്ടവർ മാത്രമാണ് തേക്കുക എന്നുള്ളതൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെയൊന്നുമില്ല.
ഒരുപാട് പേർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ തേപ്പുകൾ കിട്ടിയിട്ടുള്ളവരുണ്ടാവാം. അവർക്ക് ആ വെറുപ്പ് കാരണം ആ ഒരു ജെൻഡറിനോട് തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് പലതരത്തിൽ ആശയങ്ങളുടെ പുറകെ പോകുന്നവരൊക്കെ എനിക്കറിയാം. ചില ഫെമിനിസ്റ്റുകളൊക്കെ എനിക്കറിയാം. അവർക്ക് അവരുടെ ലൈഫിനകത്തുണ്ടായ ചില ആണുങ്ങളോടുള്ള വെറുപ്പ് അവർ ഫെമിനിസ്റ്റ് ആക്കി മാറ്റി. എന്നിട്ട് ഈ മുൻവിധിയോടുകൂടി ഒരു എല്ലാ ഈ പറയുന്ന ആണുങ്ങൾ മൊത്തം, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആണുങ്ങൾ മൊത്തം ഇങ്ങനെയാണെന്ന് പറയും. അതുപോലെ നമുക്ക് ഒരു സ്ത്രീ നമ്മളെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ മൊത്തം എന്നുള്ള കാര്യം ആരും പറയാൻ ശ്രമിക്കരുത്. ആണുങ്ങളും മൊത്തമല്ല, പെണ്ണുങ്ങളും മൊത്തമല്ല. എല്ലാത്തിലും നല്ലതുകൊണ്ട്, എല്ലാത്തിലും ചീത്തയുണ്ട്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പൊ എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, തേയ്ക്കാന്ന് പറയുന്നത് ചതിക്കാന്ന് തന്നെയാണല്ലോ അല്ലെ? അങ്ങനെ വിചാരിക്കരുത്. അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. നമുക്കത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ സത്യമാണ്. ഇതിനെക്കാട്ടിൽ അപ്പുറം ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട കാര്യം പോലും ഇല്ല. ഇത് ആൾക്കാരെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. അവരെത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കത്തില്ല. അവർ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം കുടുംബ കോടതികളുടെ മുമ്പിലേക്ക് കുടുംബം ശനിയുടെതും ചൊവ്വയുടെ അപഹാരം, നമ്മുടെ ഇലോൺ മസ്കൊക്കെ അങ്ങ് സ്പേസ് എക്സ് റോക്കറ്റ് വഴി അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശനി ചൊവ്വയൊക്കെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലിരിക്കുന്ന മനുഷ്യരുടെ മാറ്റം വരുത്തും എന്നൊക്കെ പറയുന്നു. ഞാൻ അപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് രാവിലെ ജനിക്കപ്പെട്ട മുട്ട, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇട്ട ആ ഒരു മുട്ട, ഒരു കോഴിയിട്ട മുട്ട, ഇന്ന് രാവിലെ ജനിച്ചൊരു പശുവിൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന ഒരു കിടാവ്, അത് കാളയായിക്കോട്ടെ, പോത്തായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പലതരം ജീവിവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള അവർക്കും ഈ പറഞ്ഞ ശനിയും മറ്റേ ചൊവ്വയും ഒക്കെ ഈ ഗ്രഹനിലയെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംഭവം ഇത് കണക്കാവും. അത് മനുഷ്യന് മാത്രമാണത്. നമ്മൾ ചിന്തിക്കണം. പ്രേതങ്ങൾ മനുഷ്യന് മാത്രം, ദൈവങ്ങൾ മനുഷ്യന് മാത്രം, ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും മനുഷ്യന് മാത്രം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ മരണാനന്തര ജീവിതം മനുഷ്യന് മാത്രം. ഈ കഴിക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ കെമിക്കൽസും നമ്മൾ കഴിക്കുന്നു. കെമിക്കൽസ് നമുക്ക് കഴിക്കാനുള്ള സംവിധാനത്തിൽ എല്ലാത്തിലും കെമിക്കലാണ്. നമ്മളിതെല്ലാം കഴിക്കുന്നു. നമ്മുടെ ഫുഡായിട്ട് കഴിക്കുന്നു. ഈ സാധനം തന്നെയാണ് മറ്റു മൃഗങ്ങളും കഴിക്കുന്നത്. നമ്മൾ മരിക്കുമ്പോൾ മാത്രം മരണാനന്തര ജീവിതം നമുക്കുണ്ടാകുന്നു. സ്വർഗത്തിൽ നമ്മളെ തേടി പെണ്ണുങ്ങൾ മറ്റേ പാൽപ്പുഴയും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ഓക്കെ, പിന്നെ വേറെ മറ്റേ കാലനാണ് കയറിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോയിട്ട് കാളയുടെ പുറത്ത് വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നമ്മളെ വറക്കുന്നു. എന്തൊക്കെയാണ് ഇതൊക്കെ? ആര് കണ്ടിട്ട് വന്നിട്ട് പറയുന്നതാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ മരിച്ചു പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസ് എടുക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. സോ മനസ്സിലാക്കണം, ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിത്തുകളും മറ്റുള്ള പല കാര്യങ്ങളും ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കാം. മേ ബി അത് അവരുടെ ഇഷ്ടങ്ങളും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കട്ടെ, ഞാൻ അതിൽ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊരല്പം ബുദ്ധിപരമായിട്ടും യുക്തിപരമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് പറയുക, നിങ്ങളുടെ ജീവിതം ഒന്നേ ഉള്ളൂ, കിട്ടുന്ന സമയം പരമാവധി ജീവിക്കുക, അത്രേ ഉള്ളൂ. നമ്മളത് എന്ത് ചെയ്യും? ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങള്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ ഈ കുട്ടി പറഞ്ഞു കേട്ടോ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ബഹുമാനത്തിന്, അല്ലെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ ആ ഒരു മനസ്സെന്നാവാ ഞങ്ങൾ എന്നാ പറഞ്ഞ, അല്ലെങ്കിൽ അവനും ഞാനുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു തരത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ആ കുട്ടി അതുപോലെ ഉപയോഗിക്കുന്നില്ല. വളരെ മാന്യമായ രീതിയിലാണ് ആ കുട്ടി പറയുന്നത്. സ്വന്തം ജീവിതമാണ് രണ്ട് വഴിക്ക് മാറുന്നത്. പല കാരണങ്ങളുണ്ടാവാം. മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് എന്ത് കാരണം നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ ഒരു അധികാരമില്ല, റൈറ്റ് ഇല്ല. അഥവാ അങ്ങനെ ചോദിച്ചാൽ നമ്മളെ മേൽ കേസെടുപ്പിക്കണം. അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരാളുടെ ജീവിതത്തിൽ നിന്നും അവരെന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. സമൂഹം തിരുത്തേണ്ടതും മാറേണ്ടതും അവിടെയൊക്കെയാണ്. മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് എന്തുണ്ടായി എന്നുള്ള കാര്യം അവരോട് ചോദിക്കരുത്. അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ എന്ത് ആയിക്കൊണ്ട് പോട്ടെ. നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം നമ്മൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യം ഇല്ല. അത്രേ ഉള്ളൂ. ബിഹൈൻഡ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത് പറയണം എന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക, പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക, പലരും വെറുതെ ഇരുന്ന് വായിട്ട് അലയ്ക്കുക. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത്. അറിയാത്തൊരു കാര്യം എന്തിനു പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ആ കാര്യം പറയാമല്ലോ എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അത് പല ആൾക്കാരും പലതാണ്. ചില ആൾക്കാർ ഇപ്പം ഇതോടുകൂടി ഞാൻ ഇതിനകത്ത് ഇത് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നത്, നമ്മൾ പല സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, മറ്റു പല ആൾക്കാരും അവർ ക്യാമറയുടെ മുമ്പിൽ, ഇപ്പം ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വേറെന്നുകൊണ്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഈ ഒരു ഹുഡിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ടൊക്കെ ഇങ്ങനെ ഒരു കണ്ണടയും വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ,
ഇതുവരെ നിങ്ങൾ ഈ ഫ്രെയിമിനകത്ത് ഇത്രയും കാണണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇതിന് താഴെയോ ഇതിന് ശേഷമോ ഇതിൻ്റെ വശങ്ങളിലോ ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അതാണ് ഈ പറഞ്ഞ റീലിൻ്റെ അകത്ത് കാണിക്കുന്നതെല്ലാം അവനവൻ തീരുമാനിച്ച് ഉറപ്പിക്കപ്പെട്ടതാണ്. ചിരിയാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണ്. റീലിൻ്റെ അകത്തൊക്കെ ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ആരെ കുറ്റപ്പെടുത്തുന്നു പറയാം, ചില റീലുകളൊക്കെ കാണാറുണ്ട്, കരഞ്ഞുകൊണ്ട് റീലിടുന്നു. അപ്പം ചിന്തിക്കുക, അവരുടെ ചോദിച്ചാൽ എന്താ ചിരിച്ചുകൊണ്ട് നമ്മൾ റീലിടുന്നില്ലേ? അപ്പോൾ അവരെന്താ കരഞ്ഞുകൊണ്ട്? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ രാവിലെ ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, അതിനുശേഷം അപ്പിയിടുന്നതും കൂടെ റീലിടണമെന്നാണ് എൻ്റെ ഒരു ഇത്. മനസ്സിലായില്ലേ? സോ അതെല്ലാം നടക്കുന്നതല്ലേ, ദൈനംദിന ജീവിതത്തിനകത്തുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അതും കൂടെ ആവാമല്ലോ. സോ പലതും ആൾക്കാർ ഇതിൻ്റെ റീച്ചിൻ്റെ ഭാഗമായിട്ട് ലൈഫിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് റിയൽ ലൈഫ് എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. റിയൽ ലൈഫ് എന്ന് വെച്ചാൽ അവനവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ജീവിക്കുക. എനിക്കിത് പറയാനുള്ളൂ. സോ എൻ്റെ എൻഡിങ് കൂടെ ചുമ്മാ ഒന്ന് കേട്ടോ. തോന്നി, അതും ഞാൻ ക്ലിയർ ചെയ്തു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇതിലും വരാം, എനിക്കറിയാം. ഈ നാണയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ പോസിറ്റീവ് പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും ഉണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ എന്താണ് ഞാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരാളോട് പറയുമ്പോൾ ആ ആൾക്കത് അത്രയും മനസ്സിലാവണമെന്നില്ല. കാരണം ഞാനാണതല്ല അനുഭവിച്ചത്. അത് നമ്മുടെ ബെന്യാമിൻ, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണ് ബെന്യാമിൻ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. അത് അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയല്ല. ഈ കുട്ടി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേമസ് എന്നതൊരു പദവിയല്ല, ഫാമിലി ജീവിതം വേറെ തന്നെയാണ്, ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ പിരിയും. ചിലപ്പോൾ നിങ്ങൾ പറയാം ആക്ടർ എന്ന്, എന്തേ ആക്ടർ അല്ലാത്തവർ പിരിയുന്നില്ലേ? എനിക്കെല്ലാം മനുഷ്യരാണ്, സഹിക്കാൻ പറ്റാതെ വന്നാൽ ആ ലൈഫിൽ നിന്ന് ഇറങ്ങണം. റിയലി അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ആ രണ്ടുപേരുടെയും ജീവിതം കളയേണ്ടതല്ല. പൈസ കണ്ട് കെട്ടിയെങ്കിൽ അത് കണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ബട്ട് എനിക്ക് പൈസ നോക്കേണ്ട ആവശ്യമില്ല. സ്നേഹം എന്നൊരു സാധനമുണ്ട്. അത് എത്ര പൈസ ആര് കൊണ്ട് തന്നിട്ട് വലിയ കാര്യമില്ല. സോ അത് മനസ്സിലാക്കണം. അതായത് സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം മനസ്സിലാക്കുക, സ്നേഹിക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാത്തടത്ത് പണം മാത്രം ഉണ്ടായിട്ടും ഫെയിം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ കുട്ടിയെ മറ്റൊരു തരത്തിൽ അപമാനിക്കുന്നത് ആ പറഞ്ഞ ചെറുപ്പക്കാരൻ, അഥവാ റാഫി എന്ന് പറയുന്ന ആ ഒരു പയ്യന് ഫെയിമൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ഫെയിം കാരണമാണല്ലോ നിങ്ങളെ 10 പേര് അറിഞ്ഞത്. ഇടയിൽ ചിലരെ മരണം കൊണ്ട് അറിയുന്നുണ്ട്. ചിലരെ ആണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പണ്ട് ഒരു വെള്ളപ്പൊക്കം എന്തോ സംഭവം ഉണ്ടായത്, മറ്റേ ഇതിനകത്ത് മാൻഹോളിൽ നിന്ന് ഇറങ്ങിയ ഒരാളുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അവസാനം മരണപ്പെട്ട ഒരാൾ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പലതരത്തിലും ആൾക്കാർ അറിയപ്പെടുന്നവരുണ്ട്. ഫെയിം വെച്ചിട്ട് ആ കുട്ടിക്ക് ലൈഫിനെ വെച്ച് തകർക്കാൻ പറ്റും. മറ്റൊരാളുടെ ഫെയിം കണ്ടിട്ട് ജീവിച്ചിട്ട് ഇവരുടെ ലൈഫിനെ തകർക്കേണ്ട കാര്യമുണ്ടോ? അയാളുടെ ലൈഫിനെ തകർക്കേണ്ട കാര്യമുണ്ടോ? സോ അവർക്കിടയിലുള്ള വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ലൈഫായിട്ട് വിട്ടുകൊടുക്കുക. നമ്മളതിന് ചോദ്യം ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിനകത്തുള്ള അനുഭവം ചെയ്യുന്നുണ്ടോ, നമ്മുടെ കലത്തിൽ കഞ്ഞി വയ്ക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവരുടെ ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ അകത്ത് ഇത്രേ പറയാനുള്ളൂ. അവരും അത് വ്യക്തമായി പറഞ്ഞു. ഇനി മഹീനയുടെ ലൈഫും അതോടൊപ്പം തന്നെ റാഫിയുടെ ലൈഫും നല്ല ലൈഫ് കിട്ടട്ടെ രണ്ടുപേർക്കും. നിങ്ങൾ അതോടൊപ്പം തന്നെ ഈ വേർപിരിഞ്ഞല്ലോ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് പരസ്പരം മിണ്ടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പോവുക. നമ്മുടെ ഒരു ശത്രുതാമനം ഇന്ത്യ പാകിസ്ഥാൻ ആവുന്നതല്ല ഒരു വേർപിരിയലെന്ന് വെച്ചാൽ. ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നു, അതിനുശേഷം സുഹൃത്തുക്കളായിട്ട് മാറാം. സ്പിരിറ്റ് എന്നുള്ള മൂവിയിൽ കണ്ടില്ലേ, മോഹൻലാലും കനിഹ എന്നുള്ള സെറ്റപ്പ് പോലെ. നമുക്കങ്ങനെ കഴിയണം. എനിക്ക് ഒരുപാട് പേരറിയാം, എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. സോ അതുകൊണ്ട് എൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ദാമ്പത്യത്തിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്തതാണ്. പണ്ടത്തെ ആൾക്കാർ ഒരുപാട് പേര് അങ്ങനെ ജീവിതം ഹോമിച്ചില്ലേ? നമ്മുടെയൊക്കെ പല ആൾക്കാരുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഇന്നും പല കാരണങ്ങളാലും പലതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ? സോ പറ്റാത്ത ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്? ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മഹീനയ്ക്കും റാഫിക്കും ഒരിക്കൽ കൂടെ നല്ല ജീവിതങ്ങൾ ഉണ്ടാവട്ടെ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്.